നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ന്യൂ ക്രിറ്റിസിസം എന്നുള്ള ടോപ്പിക്കാണ്. ന്യൂ ക്രിറ്റിസിസം എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് നോർമലി ഫോളോ ചെയ്യുന്ന ക്രിറ്റിസിസത്തിൽ നിന്ന് മാറി. നോർമലി എങ്ങനെയാണ് ക്രിറ്റിസിസം? നമ്മൾ ബുക്കുകളും അന്ന് ആ ബുക്ക് എഴുതിയിട്ടുള്ള കാലഘട്ടത്തിനെ കുറിച്ചും അവിടുത്തെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഓഥറിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. പക്ഷെ ഈ ന്യൂ ക്രിറ്റിസിസത്തിൽ നമ്മൾ ബുക്കിനെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ആ വർക്ക് എന്താണോ അത് മാത്രമാണ് നോക്കുന്നത്, വരികൾക്കിടയിലുള്ള അർത്ഥം മാത്രം. അല്ലാണ്ട് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഓഥറിനെ കുറിച്ചോ ഒന്നും നമ്മൾ ഇവിടെ നോക്കുന്നില്ല. The term new criticism set a current by publication of John Crowe Ransom's and the new criticism in 1941 came to be applied to a theory and practice that prominent in American literary criticism until the late 1960s. അപ്പൊ ഇതിന്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത് 1940 തൊട്ട് 60 കാലഘട്ടങ്ങൾ വരെയാണ്. പക്ഷെ നമുക്ക് കാണാൻ പറ്റും ജോൺ ക്രോ റാൻസം എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരുപാട് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു തിയറിയാണ് ഈ പറയുന്ന ന്യൂ ക്രിറ്റിസിസം. അദ്ദേഹമാണ് ഇതിൽ ഈ തിയറിയിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുകയും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതും വ്യക്തി. അതുപോലെ തന്നെ ഐ.എ. റിച്ചാർഡ്സ്, അദ്ദേഹം ഈ മൂവ്മെന്റ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. ഐ.എ. റിച്ചാർഡ്സ്, അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള 2 വർക്ക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം. 1924 ഈ ബുക്ക് എഴുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1924 തൊട്ടേ ഇതിന്റെ ഒരു പീരിയഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഏർലി ബിഗിനിങ് ഓഫ് 19th സെഞ്ചുറി എന്നൊക്കെ പറയും, 20th സെഞ്ചുറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം 1929 എഴുതിയ ബുക്കാണ്. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ എസ്സേസ് ഓഫ് ടി.എസ്. എലിയട്ടും ഈ ന്യൂ ക്രിറ്റിസിസം എന്നുള്ള കൺസെപ്റ്റിന് ഒരുപാട് കോൺട്രിബ്യൂഷൻ കൊടുത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ക്രിട്ടിക്കൽ എസ്സേസ് ഇവരൊക്കെ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ദേ ഒപ്പോസ് ദ പ്രിവെയിലിംഗ് ഇൻട്രസ്റ്റ് ഓഫ് സ്കോളേഴ്സ്, ക്രിറ്റിക്സ് ആൻഡ് ടീച്ചേഴ്സ് ഓഫ് ദ എറ ഓഫ് ഇൻ ദ ബയോഗ്രഫീസ് ഓഫ് ഓതേഴ്സ്, സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഓഫ് ലിറ്ററേച്ചർ, ദ ലിറ്റററി ഹിസ്റ്ററി, by insisting the proper concern of literary criticism is not an external circumstances or a historical position of a work, but detailed consideration of work itself as an independent identity. വലിയ സെന്റൻസ് കേട്ട് ഞെട്ടണ്ട. എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ബുക്ക് നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിലെ സ്കോളറിന്റെ ഇൻട്രസ്റ്റോ ഇല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കിന്റെ നിരീക്ഷണമോ ഒരു ടീച്ചറിന്റെ നിരീക്ഷണമോ ഇല്ലെങ്കിൽ അവരുടെ ബയോഗ്രഫിയോ സോഷ്യൽ കോണ്ടെക്സ്റ്റോ ഇല്ലെങ്കിൽ അതിന്റെ ഹിസ്റ്ററിയോ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതിന്റെ എക്സ്റ്റേണൽ സർക്കംസ്റ്റാൻസസ്, ആ ബുക്ക് എഴുതുമ്പോൾ ഉള്ള ചുറ്റുമുള്ള ലോകം എങ്ങനെയായിരുന്നു നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഹിസ്റ്ററിയിൽ ആ ബുക്കിന്റെ പൊസിഷൻ എന്താണെന്ന് നമ്മൾ നോക്കണ്ട. ബട്ട് വിത്ത് എ ഡീറ്റെയിൽഡ് കൺസിഡറേഷൻ ഓഫ് വർക്ക് ഇറ്റ് സെൽഫ് ഇസ് ആൻ ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി. പക്ഷെ എന്ത് ചെയ്യണം, നമ്മൾ ആ ബുക്കിനെ ബുക്കായിട്ട് കണ്ടുകൊണ്ട് ആ വർക്കിനെ ഇറ്റ് സെൽഫ് ആസ് ആൻ ഇൻഡിപെൻഡന്റ് ഐഡന്റിറ്റി. ഓരോ വർക്കും ഇൻഡിപെൻഡന്റ് ആണ്, അതിൽ തന്നെ എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ബുക്ക് മാത്രം നമ്മൾ വായിക്കുക, അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുക. ഓക്കെ. The Clent Brooks and the Robert Penn Warren were notable critics in this mode, famous for their works Understanding Poetry, Understanding Fiction, 1943. അപ്പോൾ ക്ലെൻത്ത് ബ്രൂക്സ് അതുപോലെ തന്നെ റോബർട്ട് പെൻ വാരൻ ഇവരൊക്കെ നേരത്തെ പറഞ്ഞ ഐ.എ. റിച്ചാർഡ്സിനെ പോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ന്യൂ ക്രിറ്റിസിസം പ്രോത്സാഹിപ്പിച്ച റൈറ്റേഴ്സ് ആണ്. ഓക്കെ, ക്രിറ്റിക്സ് ആണ്. അവരുടെ വർക്കുകളാണ് അണ്ടർസ്റ്റാൻഡിങ് പോയട്രി, അണ്ടർസ്റ്റാൻഡിങ് ഫിക്ഷൻ തുടങ്ങിയവ. അതുപോലെ തന്നെ അലൻ ടാറ്റെ, R.P. ബ്ലാക്ക്മോ, വില്യം കെ വിംസാറ്റ്, അതൊക്കെ മറ്റ് പല ന്യൂ ക്രിറ്റിക്സുകളാണ്. ഓക്കെ. The new critics differ from the one another in many ways, but their following points of view procedures are common to many of them. അപ്പോൾ ഓരോ ന്യൂ ക്രിട്ടിക്കും ഓരോ രീതിയിലാണ് കാര്യങ്ങളെ കാണുന്നതെങ്കിലും പക്ഷെ അവര് പ്രൊസീജിയർ സെയിം ആണ്. ആ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. എ പോയം ഷുഡ് ബി ട്രീറ്റഡ് ആസ് സച്ച് ആസ് ദ ഇലിയഡ്സ് വേർഡ്സ് പ്രൈമർലി ആസ് എ പോയട്രി ആൻഡ് നോട്ട് അനദർ തിങ്. അപ്പൊ ടി.എസ്. എലിയട്ടിന്റെ വാക്കുകൾ അദ്ദേഹം പറയുന്നത് പോയട്രി ഇസ് നോട്ട് അനദർ തിങ്. നമ്മൾ ഒരു ബുക്കിനെ അതൊരു പോയട്രി ആണെങ്കിൽ പോയട്രി ആയിട്ട് കാണാം. നമ്മളൊരു മറ്റൊരു വസ്തുവായിട്ട് കാണാതെ ആ വർക്ക് എന്താണോ അതായിട്ട് കാണുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. Therefore be regarded as an independent and self-sufficient verbal object. സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള, എല്ലാം സ്വയം ചെയ്യാൻ കഴിയുന്ന ഒരു വർക്കായിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യാം.
അപ്പോൾ ജോൺ ക്രോ റാൻസമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു വർക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ലോ ഓഫ് ക്രിറ്റിസിസം ഇസ് ഷാൽ ബി ഒബ്ജക്റ്റീവ്, shall cite the nature of the object, shall be recognized the autonomy of the work itself existing for its own sake. ഓരോ വർക്കും അത് അതിൻ്റെതായിട്ട് നിലകൊള്ളുക. ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഞാൻ തന്നെയാണ്, അല്ലെ? ഞാൻ വളരുന്ന സാഹചര്യം ഒന്നും നോക്കണ്ട, ഞാൻ എന്താണെന്ന് നോക്കുക. അതുപോലെ നമുക്ക് ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ വർക്ക് മാത്രം ശ്രദ്ധിക്കുക, ആ വർക്കിന്റെ ചുറ്റുപാടുകൾ ശ്രദ്ധിക്കാതിരിക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, New critics warn the readers against the critical practices which divert attention from the poem itself. അപ്പൊ നമ്മളിങ്ങനെ ചുറ്റുമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? നമ്മൾ ആ ബുക്കിൽ നിന്നുള്ള കോൺസെൻട്രേഷൻ മാറിപ്പോവും, നമ്മുടെ ഡൈവേർട്ട് ആയിപ്പോവും, നമ്മുടെ അറ്റൻഷൻ ഡൈവേർട്ട് ആയിപ്പോവും. അപ്പൊ പോയത്തിൽ ഒരു ലൈൻ വായിച്ചു, നമ്മൾ ഒക്കെ അതിനെ അനലൈസ് ചെയ്തു, പക്ഷെ നമ്മൾ അവിടുത്തെ പൊളിറ്റിക്കൽ സോഷ്യൽ കോണ്ടെക്സ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ആ പോയത്തിന്റെ ബ്യൂട്ടി വിട്ടിട്ട് നമ്മൾ മറ്റു കാര്യങ്ങൾ തേടിപ്പോവാണ് ചെയ്യുന്നത്. അപ്പൊ അത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവോയ്ഡ് ദ റെഫറൻസ് ഓഫ് ബയോഗ്രഫി. നമ്മൾ ബുക്കിന്റെ ബയോഗ്രഫി, ആ റൈറ്ററിന്റെ ബയോഗ്രഫി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫീലിങ്സ്, അദ്ദേഹത്തിന്റെ സോഷ്യൽ കണ്ടീഷൻസ്, ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സൈക്കോളജിക്കൽ ആൻഡ് മോറൽ എഫക്ട്സ് നോക്കണ്ട. ജസ്റ്റ് എന്താണ്, ഒരു പോയം കിട്ടിക്കഴിഞ്ഞാൽ ആ പോയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് റീഡർക്ക് എന്താണ് കിട്ടുന്നതെന്ന് മാത്രം നോക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് എന്ന് പറയുന്നത്, ദ പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂ ക്രിറ്റിസിസം ആർ ബേസിക്കലി വെർബൽ. ലിറ്ററേച്ചർ ഈസ് കൺസീവ്ഡ് ടു ബി എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലാംഗ്വേജ് whose attributes are defined by systematic opposition to the language of science and the practical and logical discourse. Explicative procedure is to analyze the meanings and interactions of words, figure of speech and symbols. അപ്പോ ഒരു പോയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വർക്ക് എന്ന് പറയുന്നത് എന്താണ്? എല്ലാം വെർബലാണ്. എന്താണ്? മൗത്ത് ടു മൗത്ത് ആണ്. അപ്പൊ നമ്മളൊന്ന് വായിക്കുന്നതിലൂടെ നമ്മളുടെ ഉള്ളിലേക്ക് എത്തുന്നത് ഒരു ലാംഗ്വേജ് ആണ്. എന്ത് ലാംഗ്വേജ് ആണ്? ലാംഗ്വേജ് ഓഫ് സയൻസ്, പ്രാക്ടിക്കൽ, ലോജിക്കൽ ഡിസ്കോഴ്സ്. നമുക്ക് ചിന്തിപ്പിക്കാനുള്ള ഒരു ഭാഷയാണ് നമുക്ക് ലിറ്ററേച്ചറിലൂടെ കിട്ടുന്നത്. ഓക്കെ, അതുവഴി നമ്മൾ പുതിയ വാക്കുകളായിട്ട് ഇന്ററാക്ഷൻ നടത്തുന്നു, ഒരു പോയത്തിലെ വാക്കുകളുമായിട്ട് നമ്മൾ കണക്ഷൻ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഫിഗർ ഓഫ് സ്പീച്ചസ്, പോയറ്റ് എന്താണ്, മെറ്റഫർ, അതുപോലെ ഐറണി, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ, സിമിലി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് കിട്ടുന്നത്. അതുപോലെ ഒരുപാട് സിംബൽസ്. ഓക്കെ, നമുക്ക് കാഴ്ചയോ അനുഭവം ഒക്കെ തരികയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. നെക്സ്റ്റ്, ദ ഡിസ്റ്റിങ്റ്റീവ് പ്രൊസീജിയർ ഓഫ് എ ന്യൂ ക്രിട്ടിക് ഇസ് എക്സ്പ്ലിക്കേഷൻ or close reading, the detailed analysis of complex interrelations and ambiguities of verbal and figurative components within a work. മാത്രമല്ല, ഇതെന്താണ്, ഒരു ഡിസ്റ്റിങ്റ്റീവ് പ്രൊസീജിയർ ആണ്. ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു രീതിയാണ്. എന്താണ്? ഒരു ക്ലോസ് റീഡിംഗ് ആണ്. ഒരു ബുക്കിനെ അടുത്തറിയുക എന്നുള്ള കാര്യമാണ്. ക്ലോസ് റീഡിംഗ് എന്ന് വെച്ചാൽ അടുത്ത് വെച്ച് വായിക്കുക എന്നല്ല, എന്താണ്, അതിനെ ഉള്ളിലേക്ക് സ്വായത്തമാക്കുക എന്നുള്ള അർത്ഥമാണ്. അത് കൂടുതലായിട്ട് നമ്മൾ വായിച്ച് അത് ഗ്രഹിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അതാണ് ഒരു ബുക്കിനോട് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്താണ്, കോംപ്ലക്സ് ആയിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും, ആംബിഗ്വിറ്റീസ്, സംശയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ വേർബൽ ആൻഡ് ഫിഗറേറ്റീവ് കോമ്പോണൻസ് ഉണ്ടാവും. ഒരു വർക്കിൽ നമുക്ക് വായിക്കുമ്പോൾ ചിത്രങ്ങൾ ഉണ്ടാവുന്ന, ഇല്ലെങ്കിൽ എന്താണ്, പലതരത്തിലുള്ള അലങ്കാരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ലിറ്റററി ജോൺറേസ്, although acknowledged, does not play an essential role in the new criticism. The essential components of any work of literature, whether lyric, narrative, dramatic, conceived to be words, images, symbols rather than the character, thought and plot. The distinction between literary genres, although acknowledged, എന്താണ്, നമ്മൾ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ബുക്കുകൾ അല്ലെങ്കിൽ വർക്ക്സുകൾ കമ്പയർ ചെയ്യുന്ന വഴി നമുക്കൊന്നും അവിടെ നേടാനില്ല, അല്ലെ? ഇപ്പൊ നമ്മൾ നല്ലൊരു പോയം എടുത്ത് വായിച്ചിട്ട് മറ്റൊരു പോയമായിട്ട് അത് അതേ കാറ്റഗറിയിൽ വരുന്ന, അല്ലെങ്കിൽ അതേ ജോൺറയിൽ വരുന്ന, അതേ ടൈപ്പ് ആയിട്ടുള്ള മറ്റൊരു പോയം എടുത്ത് രണ്ടെണ്ണം ഒരുമിച്ച് വായിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടം ഉണ്ടാവാറില്ല, അല്ലെ? അതൊരു എന്താണ്, ഒരു ന്യൂ ക്രിറ്റിസിസത്തിൽ അതിനെ കൊണ്ട് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. മറ്റ് ക്രിറ്റിസിസത്തിൽ നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെന്ന് പറയാം. പക്ഷെ ഇവിടെ നമുക്കത് കാണാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എന്താണ് എസെൻഷ്യൽ എന്ന് പറയുന്നത്? അതൊരു ഡ്രമാറ്റിക് ആയിക്കോട്ടെ, അത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നറേറ്റീവ് ആയിക്കോട്ടെ, അത് ലിറിക് ആയിക്കോട്ടെ, എന്താണെങ്കിലും അതിലെ വാക്കുകൾക്കും അതിലെ സിമ്പിളുകൾക്കും അതിന്റെ ക്യാരക്ടറിനും പ്ലോട്ടിനുമാണ് ഇമ്പോർട്ടൻസ്.
ഓക്കെ. അപ്പൊ ഓൾ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ഒരു കൃതി എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കൂടുതലായിട്ട് സ്വായത്താക്കുക. അതിൽ ബയോഗ്രഫിയോ ഓതറിന്റെ ബയോഗ്രഫിയോ ഇല്ലെങ്കിൽ ചുറ്റുപാടുകളോ സോഷ്യൽ എക്കണോമിക് കോണ്ടെക്സ്റ്റുകളോ ഒന്നും നമ്മൾ നോക്കരുത്. ഒരു ക്ലോസ് റീഡിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.